ുള്ളൂ ഇവിടെ ഞാൻ ഓരോ സീക്ക് എന്നെ തന്നെ മടുക്കുമ്പോൾ ഞാൻ ഒന്ന് മാറ്റും. നമ്മൾ എന്നെ തന്നെ കണ്ടോണ്ടിരിക്കുമ്പോഴേ ഞാനത് ഓരോ ദിവസം ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് കാണുന്നത്. ഓരോ ദിവസം ഓരോ പ്ലേ എന്നുള്ള രീതിയിൽ കാണും. ഓരോ ദിവസം ഓരോ. ഞാൻ ഈ വീട്ടില് റെസ്പെക്ട് ചെയ്യുന്ന വൺ ഓഫ് ദ പേഴ്സൺ ആണ് അഖിലേട്ടൻ. ഞാൻ ആദ്യം തൊട്ടേ ഇവരോട് പറയുന്നത് എനിക്ക് അഖിലേട്ടന്റെ നിലപാടുകളോ അല്ലെങ്കിൽ പുള്ളി പറയുന്ന മീൽ ഷോവനസോ ഒന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ബട്ട് ഹിം ആസ് എ പേഴ്സൺ അത് നമ്മൾ ഇവൻ അത് നീ ആലോചിച്ച് ഫിസിക്കൽ അസോൾട്ട് വേണ്ടി ഇവനാണ് നിരന്തരം പുള്ളിയെ സംസാരിച്ച് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് പോലും സംസാരിക്കേണ്ടെന്ന് ഇവർക്ക് പലവട്ടം ഇവരെന്നെ പറയുന്നത്. അതെനിക്ക് തെറ്റാട്ടോ. ഫിസിക്കൽ അസോൾട്ട് അത് ഞാൻ തെറ്റാണ്. ഞാൻ ഇതുവരെ കൺഫ്യൂഷൻ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ജുനീസിന് ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായി, അത് ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്, അത് ഒരിക്കലും മാറ്റില്ല. പക്ഷെ ഇവൻ ഇങ്ങനെ ആ വിഷയം പറയുമ്പോൾ നമ്മളൊക്കെ ഇതിങ്ങനെ കേൾക്കുകയാണ്. അവൻ കൺവിൻസ്ഡ് ക്ഷമയും പറഞ്ഞ് നമ്മളത് ക്ഷമിക്കാതിരിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ വിട്ടു. അത് നാളെ എനിക്കൊരു ഫിസിക്കൽ അസോൾട്ട് വരുമ്പോൾ ഇവിടെ നിൽക്കുന്ന നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കണം ഞാൻ ആഗ്രഹിക്കും. പക്ഷെ ഞാൻ ക്ഷമിക്കുന്നിടത്ത് നിങ്ങൾ ഓഫ് കോഴ്സ് ക്ഷമിച്ചു പോകും. അവൻ അത് പറഞ്ഞതാണ് പ്രശ്നമൊക്കെ. പിന്നെ ഒരു ആവേശത്തിന്റെ പുറത്ത് തന്നെയാണ് അവൻ പോയി പറഞ്ഞത്. അഖിലിനെ പുറത്താക്കിയില്ലെങ്കിൽ അവൻ പോകുന്നത് ആവേശം തന്നെയാണ്. ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നാളെ ഫിസിക്കൽ അസോൾട്ട് സെറീനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ സെറീന പോയില്ലെങ്കിൽ ഞാൻ പോകുന്നത് പറയില്ല. കാരണം നീ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കണം. നിന്നെക്കാൾ ക്വാളിറ്റി ഉള്ള ഒരാളാണെന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ നിൽക്കണം എന്ന് ഞാൻ പറയാൻ പാടുള്ളൂ. അവൻ ഇറങ്ങിയിട്ട് അവൻ വിശ്വസിച്ചു ഞാൻ ഇറങ്ങിയ നിങ്ങൾ ആരെങ്കിലും കൂടെ വരുന്നു, ഞങ്ങൾ എന്തിനാ കൂടെ വരുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. പറയാൻ പറഞ്ഞു നമ്മളാരെങ്കിലും പറയാൻ പറഞ്ഞു ഇല്ല. അപ്പൊ ഞാനത് വിശ്വാസം തെറ്റിച്ച് ഞാന് മോശമല്ലേ, അതുകൊണ്ട് ചേച്ചി എന്തായാലും വിട്ടു തരില്ല. ശോഭ ചേച്ചി പറഞ്ഞ വ്യക്തി ഞാനും എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് തെറ്റ് പറ്റുകയാണെങ്കിൽ ഞാൻ ഡൗൺ ആണെങ്കിൽ ഓക്കെ. ചേച്ചി പറഞ്ഞ ഒരു പോയിന്റ് എനിക്ക് അംഗീകരിക്കാൻ പറ്റണ്ടേ. അപ്പൊ ബിഗ് ബോസിന് വരുന്ന രണ്ടുപേരും തീരുമാനത്തിലെത്താത്ത കാരണം ചേച്ചി അംഗീകരിക്കുന്ന രണ്ടുപേർക്ക് നോമിനേഷൻ. അപ്പൊ അത് പറ്റില്ല സാഗറെ. ചേച്ചിക്ക് എന്താ എത്ര പേടി? ജനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് ആ പേടിയില്ല. ഞാൻ ചേച്ചിക്ക് എന്താ പേടി? ചേച്ചി എന്തായാലും വിട്ടുകൊടുക്കുന്നില്ല, ഞാൻ എന്തായാലും വിട്ടുകൊടുക്കില്ല. ചേച്ചി പറയുന്ന ഒരു കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ ചേച്ചി പറയാൻ അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ രണ്ടുപേരും നോമിനേഷൻ വരട്ടെ. അപ്പൊ ചേച്ചി പറയാം അത് പറ്റില്ല. അപ്പൊ ബിഗ് ബോസ് തന്നെ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും തീരുമാനത്തിൽ രണ്ടുപേരും നോമിനേഷൻ വരട്ടെ. ചേട്ടൻ ശരിക്കും ഓക്കെ അല്ലേ? അല്ല, ബേസിക്കലി ഞാൻ ഡിസർവിംഗ് ആണെന്ന് എനിക്ക് നല്ലോണം അറിയാം. പക്ഷെ ചേച്ചി എന്ന് പറഞ്ഞ ശോഭ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേരും ഇപ്പൊ ശോഭ ചേച്ചി ഞാൻ നിൽക്കുമ്പോ എന്റെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ട്. ഞാൻ തന്നെയാണ് ഒരു പൊടിക്ക് പെർഫോമൻസ് ഞാൻ ചെയ്യാത്ത കോലങ്ങളില്ല. നീ ചേട്ടൻ ഇപ്പൊ എവിക്ഷനിൽ പോയി സേഫ് ആവുന്ന തോന്നുന്നുണ്ടോ? സേഫ് ആവുന്ന തോന്നുന്നുണ്ട്. ശോഭ ചേച്ചിയോ? പറയാൻ പറ്റുകയാണെങ്കിൽ പറഞ്ഞാൽ മതി. ഇല്ല, പറയാൻ പറ്റില്ല. ഓക്കെ. ഇതുവരെ കേട്ടോ ഇന്നത്തെ പെർഫോമൻസ്, നാളെ ഞാൻ മോശം പെർഫോമൻസിൽ ഞാൻ ഔട്ടാവും. ഇതുവരെ ആടാ ഇനിയിപ്പോ ഈ വീക്കിലൊരു പെർഫോമൻസ് ഉണ്ടല്ലോ, അതെനിക്ക് അറിയില്ല ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇതുവരെ ഓക്കെയാണ്, ഞാൻ സേവ് ആവുന്നതാണ്. നാളെ ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് വലിയൊരു മോശം അറിയാണ്ട് വലിയൊരു ചീത്ത വിളിക്കേ. സൗണ്ട് കുറയ്ക്കാനാ? എന്താ ചേച്ചി എന്താ ചേച്ചിയാ? എന്താടാ എടാ നിന്റെ പെർസ്പെക്റ്റീവ് ഇവൻ ഇങ്ങനെ ഈ ഒരു നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇവൻ ഇങ്ങനെ സംസാരിക്കുന്നത്, ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇവൻ മുന്നത്തെ കാര്യങ്ങളാണ് നോമിനേഷൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ക്ലാരിറ്റി കൊടുത്തു. മുന്നത്തെ കാര്യങ്ങൾ പണ്ട് സൗഹൃദത്തിൽ ഇരുന്നിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവൻ ഇങ്ങനെ പറയുന്നത്. നാട്ടുകാർക്ക് ഇത് മനസ്സിലാവും. ഒരിക്കലും ഇവനക്ക് വേണ്ടി അതന്നെ ഇവന് വേണ്ടിട്ട് പറഞ്ഞ കാര്യങ്ങളായിരിക്കില്ല, ജനങ്ങളെ കേൾപ്പിക്കാൻ കൂടിയാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് പെർഫോമൻസ് ഞാൻ നോക്കിയാണ്. ഈ ആഴ്ച ഇപ്പൊ നാളെ അറിയാണ്ട് ഞാൻ പകലാട്ടിനെ പോലെ ഫസ്റ്റ് പോലെ ഇങ്ങനെ തള്ളി അല്ലെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഞാൻ പോകുന്നു. അപ്പൊ ഈ ആഴ്ചത്തെ ഇതുവരെ ഞാൻ ഓക്കെയാണ്, സേവ് ആവുന്ന എനിക്കൊരു വിശ്വാസം. ഇനി എന്തായാലും ക്വസ്റ്റ്യൻ ക്ലിയർ. സെറീനയുടെ കാശ് ഒഴിച്ച് ബാക്കി ഞാൻ ഓക്കെ. അത് ഞാൻ അവരുടെ അടുത്ത് രാത്രി പറഞ്ഞിട്ടുണ്ട്. അല്ല ഞാൻ അങ്ങനെ പർപ്പസിൽ പറയുന്നതാണ്, കുറച്ച് ഗ്യാപ്പ് ഇടാൻ എനിക്ക് തോന്നുന്നു. മുന്നോട്ടുള്ള യാത്ര ചേച്ചി വേണം ചേച്ചി. കളർ ഏതാ? ഒരു മിനിറ്റ് സെലക്ട് ചെയ്യാവോ? വൈറ്റ് എടുക്ക്, ഡിഫറെന്റ്. ബ്ലൈൻഡ്സ് ഇടുന്നതിനായി എല്ലാവരും ലിവിംഗ് റൂമിന്റെ ചില്ലുവാതിലടച്ച് വീടിനുള്ളിൽ മാത്രം ഇരിക്കുക. ഞാൻ വേറെ രീതിയിൽ പറയുന്നതല്ല, അവൾക്ക് പ്ലസ് ഉണ്ടായില്ല. പക്ഷെ എനിക്ക് രണ്ടുപേരും കൂടെ നല്ല നെഗറ്റീവ് ഉണ്ടായിരുന്നു. കാര്യം അത് ഞാൻ തർക്കിക്കാൻ വേണ്ടി പറയുന്നതല്ല. അപ്പൊ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇതെന്ന് പറഞ്ഞാൽ ഇനി അവർക്ക് ഇത്രയും നാളെ പ്ലസ് കിട്ടി, ഇനി അവർക്ക് പ്ലസ് കിട്ടണ്ടെന്ന് പറഞ്ഞ് ചേട്ടന്റെ കാര്യം പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഡിസ്റ്റൻസ് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ എന്താ പറയും ചേട്ടൻ? നോ കമന്റ്സ്. അതായത് നീ പറഞ്ഞ ചോദ്യത്തിന് നോ കമന്റ്സ്. അതിനൊന്നും മറുപടി ഇല്ല.
അതായത് ഇപ്പം ഞാൻ പറയാണ്, ഇത്രയും ദിവസം എന്ന് പറഞ്ഞാൽ 50-ന് മുന്നുള്ള എപ്പിസോഡ്സ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നമ്മൾ കയറുന്നുള്ള വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിലൂടെ മറ്റുള്ളവർക്ക് പോസിറ്റീവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് പോയി. 50 കഴിഞ്ഞപ്പോൾ ഇനി മറ്റുള്ളവർക്ക് സോഷ്യൽ സർവീസ് ചെയ്തിട്ട് കാര്യമില്ല, ഇനി അവനവന്റെ നിലനിൽപ്പിന് വേണ്ടി കളിക്കണം എന്ന് വിചാരിച്ചിട്ട് ട്രാക്ക് മാറ്റിയതാണെന്ന് പറഞ്ഞാൽ സാഗർ പറഞ്ഞ നല്ല വ്യക്തി ഈ ഷോന് വർക്കല്ല. കാരണം നാദരിക്ക് അന്ന് അത്രയും സ്നേഹം എന്നുള്ള രീതിയിൽ വന്നിട്ട് ഞാൻ 2-3 ദിവസം അവളെ അത്രയും അടിപൊളിയായിട്ട് കെയർ ചെയ്ത് നടന്നിട്ട് അത്ര ഇഷ്ടപ്പെട്ട കാരണമാണ് എനിക്ക് അങ്ങനെ ഒരു അത്രയും ക്ലോസ് എന്നുള്ള രീതിയിൽ അങ്ങനത്തെ സംഭവം വന്നത്. ആ സംഭവം വന്നിട്ട് ഇത്രയും ലിവിങ്ങിൽ സാറ് ചോദിച്ചപ്പോൾ തെറ്റാണ് ചോദിച്ചപ്പോൾ തെറ്റാണ്. ഇനിയിപ്പോൾ ഈ ഒരു ട്രാക്ക് മാറ്റിയില്ലേ, ഇനി ഈ ട്രാക്ക് മാറ്റിയത് കൊണ്ട് സാഗരേട്ടന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഇപ്പൊ ചേട്ടൻ ഡയറക്റ്റ്ലി പറഞ്ഞു, അല്ല ഹെൽപ്പ് എന്നല്ല, അത് ഞാൻ പെട്ടെന്ന് മാറ്റിയ. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ഏതെങ്കിലും രീതിക്ക് അവർക്കത് നല്ലതേ വന്നിട്ടുണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നു കാരണം അത് വെച്ചാൽ ആ സൗഹൃദങ്ങളും ചേട്ടൻ എന്ത് ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി. കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം, അല്ലാണ്ട് ഞാൻ വലിയ അടിപൊളി ചെയ്യുന്നതല്ല. ആ സൗഹൃദം കാര്യങ്ങൾ